ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ചെറിയൊരു ഗെറ്റ് റെഡി ടു മീ ആയാലോ? സത്യത്തിൽ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണെന്നൊക്കെ പറയാം കേട്ടോ. അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവും. ഇന്ന് ഞാൻ ദുബായിൽ വന്നിട്ട് കറക്റ്റ് 1 മന്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഔട്ടിങ്, ആ ഒരു തക്കത്തിൽ ഞാനൊരു ഗെറ്റ് റെഡി ടു മീയും കൂടി ഉൾക്കൊള്ളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് പിറകിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. 2 മാസത്തെ വിസിറ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ ദുബായിലെത്തിയത്. ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് കയറിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു റിയാലിറ്റി. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു വിവരമില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വന്ന് 1-2 ദിവസം നോർമലായിരുന്നു, കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ എൻ്റെ സ്വഭാവം പുറത്തെടുത്തു. ഒട്ടും എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. വന്ന പോലെ എൻ്റെ വീട്ടിലെത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു പിന്നെ എൻ്റെ മനസ്സിൽ. എന്നും രാവിലെ എണീറ്റിട്ട് വീട്ടിൽ പോകണം പറഞ്ഞ് കരയുക, അതായിരുന്നു 1 മാസത്തെ എൻ്റെ സ്ഥിരം പ്രോഗ്രാം. എൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ അതോ പുള്ളിയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് അറിയില്ല, 1 മന്ത് കൊണ്ട് എന്നെ റിട്ടേൺ അടിക്കാം എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. പോരണ കാര്യം പറഞ്ഞപ്പോഴേ അമ്മ ചോദിച്ചതാ, അനക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ, ഓക്കെ ആവോ എന്നൊക്കെ. അപ്പം അതെനിക്കത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് 1 മാസത്തെ എൻ്റെ പ്രോഗ്രാം എന്നും രാവിലെ അമ്മയ്ക്ക് വിളിക്കുക, കരയുക, എനിക്ക് എങ്ങനെയും വീട്ടിലേക്ക് പോരണം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അത് മാത്രമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള 1 മാസത്തെ എൻ്റെ അനുഭവം. ഇതിന് അപ്പുറമായിരുന്നു. പിന്നെ എല്ലാം പാടെ ഞാൻ പറഞ്ഞ് ചെലവാക്കണില്ല. എന്നാൽ ഇപ്പം ഏകദേശം ഞാനിവിടെ സെറ്റായി. ഈ 2-3 ദിവസം ഒരുവിധം ഓക്കെയാണ് എൻ്റെ അവസ്ഥ. നമ്മുടെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാക്കി കളയാമെന്ന് ഞാനന്ന് വിചാരിച്ചു. എൻ്റെ ഈ മാറ്റത്തിന് കാരണം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും മാത്രം കേട്ടോ. അവരാണ് എനിക്കിവിടെ നിൽക്കാം എന്നുള്ള ധൈര്യം തന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാം. ടോപ്പിക്ക് ചെറുതായി ഒന്ന് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. ഗെറ്റ് റെഡി ടു മീ ഒന്നും പറയാനില്ല. ഇവിടുത്തെ ചൂടിന് ചെറിയൊരു സൺസ്ക്രീന്, കുറച്ച് പൗഡർ, ഒന്ന് കണ്ണെഴുതി, മസ്കാര, ഒരു കുഞ്ഞു പൊട്ട്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ.